അവൾക്ക് എന്ത് കഷ്ടകാലോ അമ്മ. സാരമില്ല, ഒക്കെ മാറും. ദേവിയുടെ തിരുനടയിലല്ലേ ഇരിക്കുന്നത്. നന്നായി പ്രാർത്ഥിച്ചോളൂ. ഒരു ദിവസം ആഹാരം കഴിച്ചില്ലാന്ന് വെച്ച് ഒന്നും പറ്റില്ല. എന്നാലും വാ, വന്ന് അമ്മയുടെ മടിയിൽ കിടന്നോളൂ. വാ. ദേവി, എന്റെ കുഞ്ഞ് പട്ടിണി കൊണ്ട് തളർന്നുറങ്ങിപ്പോയി. പാവം. ഇതെന്താ ഈ അമ്പലനടയില് രാത്രി തനിച്ചിങ്ങനെ? വേറെ എങ്ങോട്ടും പോവാൻ ഇടയില്ല മോളെ. നിങ്ങളിവിടെ തനിച്ചിരിക്കുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി. അല്ല, മോളെന്താ ഇവിടെ? എവിടെയാ കുഞ്ഞിന്റെ വീട്? ഞാൻ ദേ അപ്പുറത്തെ പോറ്റുമടത്തിന്ന് വരിക. ഇവിടുത്തെ ശാന്തിക്കാരൻ തിരുമേനിയുടെ മകളാണോ? നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? എനിക്ക് തോന്നി. ദാ കുറച്ച് പടച്ചോറുണ്ട്, ഇത് കഴിച്ചോ. മോളുടെ പേരെന്താ? പാർവതി. മോളെ, മോളെ എഴുന്നേക്ക്. ഇതാ ചോറുണ്ട്, പടച്ചോറ്. എനിക്ക് വേണ്ടമ്മേ. അത് പറ്റില്ല, കഴിക്ക്, ഞാൻ വാരിത്തരാം. ദാ. ആ.
ഒരിക്കൽ നമ്മൾ സമ്പന്നരായിരുന്നു രാജലക്ഷ്മി. സ്നേഹം, പരസ്പര വിശ്വാസം, ആത്മബന്ധങ്ങൾ, അതിൻ്റെയൊക്കെ കെട്ടുറപ്പുണ്ടായിരുന്നു ഈ കുടുംബത്തിൽ. അതൊന്നും ഇന്നില്ല. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ പല പ്രപഞ്ചങ്ങൾ. ജയരാമന്റെ മകൾ മീനാക്ഷിക്കായിരുന്നു സ്വത്ത്. അവൾ നിന്റെ മനസ്സിൽ നിന്ന് പടിയറച്ചു പിണ്ടം വയ്ക്കപ്പെട്ടു. ഒരു ദിവസം നീ ഒറ്റയ്ക്കാകും രാജലക്ഷ്മി. അന്ന് വിലപിക്കരുത്. സാവിത്രി, സാവിത്രി, അല്ല, നീ ചെയ്യുന്നതൊക്കെ ശരിയാണോ സാവിത്രി? എന്താ ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ നിനക്ക്? നിന്റെ മകന്റെ കുഞ്ഞ്, ആ കുഞ്ഞിനെ ജനിപ്പിച്ച അതിൻ്റെ അമ്മയേക്കാൾ കൂടുതലായി അതിനെ സ്നേഹിക്കുന്ന മീനാക്ഷി. ആ കുഞ്ഞിനു വേണ്ടി ഇന്ന് മീനാക്ഷി അലയുന്നത്. ആ കുട്ടിയോട് നീ കാണിക്കുന്നത് നീതിയാണോ? അത് അവളുടെ വിധി. അതിന് ഞാൻ എന്ത് ചെയ്യണം? അത് അവളുടെ വിധിയല്ല. അവൾക്ക് നീ ഒരുക്കിയ കെണി. അതല്ലേ അതിൻ്റെ ശരി. ചെമ്പകമംഗലത്തിൻ്റെ ഐശ്വര്യമാണെന്നറിഞ്ഞിട്ടും ആ വാള് നീ കട്ടെടുത്തു. ആ ഒറ്റ കാരണത്താൽ ഈ തറവാട്ടിൽ എന്തെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായി. ഒരു ദുർമരണം നടന്നു. നിരപരാധിയായ നിന്റെ ഏട്ടൻ നിലവറയിൽ നിന്ന് നീ വാളെടുത്ത് മാറ്റിയ ആ നിമിഷം കൊല ചെയ്യപ്പെട്ടു. അതിനുശേഷം നിന്റെ മകന്റെ കുഞ്ഞിനെയും കൊണ്ട് ആ മൈഥിലി പോയി. വാളിനെയും കുഞ്ഞിനെയും വീണ്ടെടുക്കാൻ ചെന്ന നിന്റെ മകൻ മീഡിയക്കാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ നാണം കിട്ടും. അവൻ സസ്പെൻഷനിലുമായി. ഇതെന്താ എന്റെ തലയെ കെട്ടിവെക്കുന്നത്? കെട്ടിവെക്കുന്നതല്ല, നീ ചെയ്ത കാര്യങ്ങളെല്ലാം നിന്റെ മനസാക്ഷിയായി ഞാൻ വിളിച്ചു പറയുന്നതാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലെന്നോ? നിനക്കതിയെന്നൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല സാവിത്രി. നീ കരുതിക്കൂട്ടി ചെയ്ത ദ്രോഹങ്ങളാ ഞാൻ എണ്ണി എണ്ണി പറയുന്നത്. ആ വാള് മോഷ്ടിച്ച് നീ ഒളിപ്പിച്ചിരിക്കുന്നു. ആ കുറ്റം പാവം മീനാക്ഷിയുടെ തലയിൽ. നിന്റെ അമ്മ ആ കുട്ടിയെ തെറ്റിദ്ധരിച്ചിരിക്കെ വാളെടുത്തത് മീനാക്ഷിയാണെന്ന് അവരിപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത്. ചെമ്പകമംഗലം വരെ പലതരത്തിലും തകർന്നതിൻ്റെ കുറ്റം ഇപ്പോൾ മീനാക്ഷിയുടെ തലയിൽ വന്നിരിക്കെ വാസ്തവത്തിൽ നീയല്ലേ പ്രതി? അതിപ്പോ മറ്റൊരു വഴിയില്ലാതെ വന്നപ്പോൾ ഞാനിത് ചെയ്തു പോയി. എൻ്റെ ഭർത്താവിനെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. അതിന് നീ കണ്ടെത്തിയ വഴി തെറ്റായിപ്പോയി. മോഷണമല്ലായിരുന്നു അതിന് പരിഹാരം. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? നീ സത്യങ്ങളെല്ലാം നിന്റെ അച്ഛനോടും അമ്മയോടും മകനോടും തുറന്നു പറയണമായിരുന്നു.
രാമഭദ്രൻ ദുബായിൽ കേസിലകപ്പെട്ട കാര്യം നേരായ വഴിക്ക് അവരറിഞ്ഞിരുന്നെങ്കിൽ അവരതിന് പോംവഴി കണ്ടെത്തി തരുമായിരുന്നു. നീ ചെയ്തത് മഹാദ്രോഹമാണ്. അതിന്റെ പേരിൽ നിന്റെ മകന്റെ ഭാര്യ ഈ രാത്രിയിലും തെരുവിലലയെ. ഭർത്താവിനെ രക്ഷിക്കാൻ മാത്രമല്ല, പണത്തിനോടുള്ള നിന്റെ ആർത്തി കൊണ്ടാ നീ ആ വാള് മോഷ്ടിച്ചത്. അതിന്റെ പേരിൽ ബലിയാടായത് മീനാക്ഷിയും തകരുന്നത് ഈ കുടുംബമോ? എനിക്കൊന്നും കേൾക്കണ്ട. പോയെന്റെ മുമ്പിൽ നിന്ന് പോകാൻ. ഞാൻ പോകാം, പക്ഷേ നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കിട്ടില്ല സാവിത്രി. നിന്റെ ജീവിതം കൊണ്ട് നീ ഇതിന് മറുപടി പറയേണ്ടി വരും. ഓർമ്മിച്ചോ? മോളെ എഴുന്നേക്ക്. നേരെ ഒരുപാടായി. നിങ്ങൾ ഇന്നലെ രാത്രി ഇവിടെയാണോ ചിലവഴിച്ചത്? അതെ തിരുമേനി, അങ്ങനൊരു സാഹചര്യം വന്നുപോയി. സന്ധ്യ കഴിഞ്ഞ് നടയടച്ചാൽ പിന്നെ ഈ വഴിയൊന്നും ആരും വരില്ല. ഒറ്റപ്പെട്ട പ്രദേശമായത്. തൊട്ടടുത്തങ്ങ് ഒരു വീട് പോലും ഇല്ല. അല്ല, തിരുമേനിയുടെ വീട് തൊട്ടടുത്തല്ലേ? അല്ല, എന്റെ വീട് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താ, ചെറുകുന്നിൽ. തിരുമേനിയുടെ മകള് രാത്രി ഇവിടെ വന്നിരുന്നല്ലോ. എന്റെ മകളോ? എനിക്കതിന് പെൺമക്കളില്ലല്ലോ. ഒരു ആൺകുട്ടി മാത്രമേ എനിക്കുള്ളൂ. തിരുമേനിയുടെ മകളാണെന്നല്ലേ ആ കുഞ്ഞ് പറഞ്ഞത്? വിശന്നിരുന്ന ഞങ്ങൾക്ക് ആ കുഞ്ഞ് പടച്ചോറുമായിട്ടാ വന്നത്. നിങ്ങളൊക്കെ മണ്ടത്തരങ്ങളായി പറയുന്നേ. എന്റെ പെൺകുട്ടി പടച്ചോറുമായിട്ട് വന്നെന്നോ? നിങ്ങൾ വല്ല ദുസ്വപ്നവും കണ്ടതായിരിക്കും. അല്ല തിരുമേനി, ആ കുഞ്ഞ് അതിന്റെ പേര് വരെ പറഞ്ഞു, പാർവതി. മറ്റൊരു പ്രത്യേകത കൂടി ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ഒരു കാലില് ഒരു ഒറ്റച്ചിലമ്പാ ആ കുട്ടി ഇട്ടിരുന്നത്. എന്റെ ദേവി മഹാമായേ, വിശന്നിരുന്ന ഇവർക്ക് നീ നിവേദ്യ ചോറ് കൊടുത്തു അല്ലേ? പടച്ചോറുമായിട്ട് വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ദേവി തന്നെയായിരുന്നു.
നിങ്ങൾ ഭാഗ്യമുള്ളവരാ. എന്താ തിരുമേനി? ഒറ്റ ചിലമ്പ് ധരിച്ച കണ്ണകി ദേവിയാ ഇവിടുത്തെ പ്രതിഷ്ഠ. ദേവീ ദർശനം കിട്ടിയല്ലോ. ആവോളം ദൈവാനുഗ്രഹം ഉള്ളവരാ നിങ്ങള്. അതാ ദേവി അന്നദാതാവായി മാറിയത്. ദേവി, മോളെ, നമുക്ക് വിശപ്പടക്കാൻ പടച്ചോറുമായിട്ട് വന്നത് സാക്ഷാൽ ദേവി തന്നെയായിരുന്നു. ദൈവമേ, കുഞ്ഞിനെ ഇനി എവിടെ പോയി കണ്ടുപിടിക്കും അമ്മേ? കുഞ്ഞിനെ നമുക്ക് കണ്ടെത്താം മോളെ. വരട്ടെ. ആദ്യം തലചായ്ക്കാൻ ഒരിടവാ വേണ്ടത്. അതിനെന്ത് ചെയ്യുന്ന ഞാനിപ്പോ ആലോചിക്കുന്നത്. ഞാൻ കാരണം അമ്മ കൂടി കഷ്ടത്തിലായല്ലോ. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇങ്ങനൊന്നും ആലോചിക്കുകയോ പറയുകയോ ചെയ്യരുതെന്ന്. ഇതുവരെ വഴി നടത്തിയ ദൈവം ഇതിനും ഒരു വഴി കാണിച്ചു തരും. എന്റെ മോള് വിഷമിക്കാതെ. നമുക്കൊന്ന് തിരുനടയിൽ പോയി തൊഴുതാലോ അമ്മേ? കുളിക്കാതെയോ? അത് വേണ്ട മോളെ. അതെ, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാ മതി. നന്ദിനി, ഗിരി, ഞാൻ ദൂരെ നിന്നേ കണ്ടു. നന്ദിനിയാണോ സംശയിച്ചു. ഭജനയ്ക്കിരിക്കുന്നവരെ പോലെ തോന്നി. ഗിരി തൊഴാമെന്നാണോ? അതെ, ഞാൻ ഏറെക്കുറെ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്. മീനാക്ഷി, എന്തുണ്ട് വിശേഷങ്ങള്? ഒന്നുമില്ല അങ്കിൾ. ജയറാമിന്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. വരാൻ പറ്റിയില്ല. ഞാൻ ആ സമയത്ത് വിയറ്റ്നാമിലായിരുന്നു. ഒത്തിരി സങ്കടമുണ്ട് നന്ദിനി. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങള് അമ്പലത്തിൽ തൊഴാൻ വന്നതല്ലേ? അതെ ഗിരി. അല്ല, തീർച്ചയായും അല്ല. എന്തോ കുഴപ്പമുണ്ട്. നന്ദിനി എന്നോട് കള്ളം പറയാ. നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. അതെന്താണെന്ന് എന്നോടൊന്ന് തുറന്നു പറയണം. പറയൂ നന്ദിനി. വീട്ടില് അമ്മയുമായിട്ട് ചെറിയൊരു തർക്കം. ആര്? നന്ദിനിയും അമ്മയും തമ്മിലോ? അല്ല, മീനാക്ഷിയുമായിട്ട്. നീയല്ലേ പറഞ്ഞത് കൈവിട്ടു പോയതെല്ലാം നേടിത്തരുമെന്ന്? ഇവിടുന്ന് നഷ്ടപ്പെട്ട വാളും കുഞ്ഞും എന്റെ കൊച്ചുമകന്റെ ജോലിയെല്ലാം. എന്നിട്ട് നീ എന്ത് നേടിക്കൊണ്ട് തന്നടി? ഞാൻ ഒരു തീരുമാനം എടുക്കാം. ഞാൻ ഇവിടുന്ന് പോവാ. ഇതിനൊക്കെ ഞാൻ പോകുമ്പോഴേക്കും ഉണ്ടാക്കാം.
ഇവിടെ അടുത്ത് എൻ്റെ ഒരു വീടുണ്ട്. ഞാൻ കുറേ നാൾ മുമ്പ് വാങ്ങിച്ചിട്ടതാ. ഇപ്പൊ വാടകക്കാരാരുമില്ല.